ഹായ് ഗായ്സ്, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രായമാകുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ? എങ്കിലിത് ഇന്ന് നമ്മളൊരു അടിപൊളി ഔഷധ സസ്യം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടോണറാണ് നമ്മളിന്ന് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീ റാഡിക്കലിനെ ചെറുപ്പമായിട്ട് അനുഭവപ്പെടുത്തും. അതുമാത്രമല്ല, ഇത് നമ്മുടെ ചർമ്മത്തിൽ പുരട്ടി വരുന്ന സമയത്ത് നമ്മുടെ ചർമ്മം നല്ല രീതിക്ക് ഗ്ലോ ആവാനായിട്ടും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ സെല്ലുലാർ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ കൊളാജിൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൊളാജിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കൊളാജിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ഫേസിൽ ചുളിവുകളും വരകളെല്ലാം വരുന്നത്. അപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഔഷധ സസ്യത്തിനകത്ത് ധാരാളം ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും കൊളാജിൻ ആണെങ്കിലും ഒരുപാട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് എപ്പോഴും ചെറുപ്പമാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല, നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, പിമ്പിൾസ് മാർക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആക്കി വെക്കാനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ഡേ 3 ആണ്, സ്കിൻ വൈറ്റനിങ് ചലഞ്ച് ഡേ 3. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽക്ക് നിങ്ങൾക്ക് ഈ ഒരു ടോണർ ദിവസം അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. നാളെ നമ്മൾ വേറൊരു റെമഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കും നമുക്ക് ഇന്ന് ഈ കാണിക്കുന്ന റെമഡി നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അശ്വഗന്ധ, നമ്മുടെ അമക്കുര ചൂർണം എന്ന് പറയും കേട്ടോ. ചൂർണം മീൻസ് നമുക്ക് പൗഡറായിട്ട് കിട്ടും. പൗഡറായിട്ട് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു കമ്പ് തന്നെയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒറിജിനലായിട്ടുള്ള സാധനം കിട്ടും. പൗഡർ പറയുമ്പോൾ ചെറിയ രീതിക്കെങ്കിലും മിക്സിങ് ഉണ്ടാവും കേട്ടോ. നല്ലത് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചോളൂ. അല്ലാത്ത പക്ഷം ഇതുപോലെ അതിൻ്റെ ആ കമ്പ് തന്നെ മേടിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെച്ച് വന്ന ശേഷം നല്ല രീതിക്ക് കുത്തിച്ചതയ്ക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഔഷധത്തെ പറ്റിയിട്ടുള്ള ഒരുപാടുണ്ട്. പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഔഷധ സസ്യമാണ് കേട്ടോ. ഇത് നമുക്ക് ഇൻടേക്ക് കുടിക്കാനും കഴിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇന്ന് നിങ്ങളുടെ ഈ ഒരു ഡേ 3, ഈ സ്കിൻ വൈറ്റനിങ് ചലഞ്ചിൻ്റെ ഡേ 3 നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ അവൈലബിൾ ആണ്. കുറച്ച് റേറ്റ് കൂടുതലാണ്. കുറച്ച് തന്നെ മേടിച്ചാൽ മതി കേട്ടോ. അധികം മേടിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. കുറച്ച് മേടിച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തു വരികയാണെങ്കിൽ സൂപ്പർ റിസൾട്ടായിരിക്കും. വെറുതെ പറയുന്നതല്ല, ഇത് വെച്ച് ഇനിയും നമ്മൾ ഒരുപാട് റെമഡീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ജീരകമാണ് കേട്ടോ. ജീരകം മുഴുവനായിട്ടുള്ള ജീരകമല്ല, ഇത് നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഒരു കുഞ്ഞു സ്പൂണിൽ കിട്ടുന്ന രീതിക്ക് ഒരു സ്പൂൺ പൗഡർ എടുക്കുന്നുണ്ട്. ചെറു ജീരകമാണ്, വലിയ ജീരകമല്ല, ചെറു ജീരകമാണ്. അപ്പോൾ ചെറിയ ജീരകവും അശ്വഗന്ധ, ചതച്ചെടുത്ത അശ്വഗന്ധ കേട്ടോ. പൗഡർ നല്ല പൗഡറാണെങ്കിൽ പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈക്വലായിട്ട് നമുക്ക് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നമുക്കിത് ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടോണറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 1 വീക്കിനുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി. അല്ല, നിങ്ങൾ 1-2 ദിവസത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ച് കഷായ പരുവാക്കി കൊണ്ടുവരാം. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വറ്റിച്ചിട്ട് 1/4 ഗ്ലാസ്സിനും താഴെ ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം നമുക്ക് നന്നായിട്ട് ഇത് ഉപയോഗിക്കാനുണ്ടാവും. അതല്ലാതെ ടോണറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാതിയായിട്ട് വറ്റിച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. 1 ഗ്ലാസ് എന്നുണ്ടെങ്കിൽ അതൊരു 1/2 ഗ്ലാസ് ആക്കി കൊണ്ടുവന്നാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച പോലെ നമുക്ക് കോട്ടൺ പഞ്ഞി ഉപയോഗിച്ച് ഡിപ്പ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ മുന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്തിരിക്കണം. എന്നിട്ട് അതിന് മീതെ അത് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തുടച്ച് കൊണ്ടുവരിക. ഫേസ് നന്നായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം, ഈ ഒരു ടോണർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ പഞ്ഞി മുക്കിയിട്ടോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയി ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്നും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷെ മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. നല്ലൊരു ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ലൊരു ആലോവേറ ജെല്ലോ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ദയവായിട്ടും മറക്കരുത്. ഈ പറഞ്ഞ റൂൾസ് പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈസ്, ഞാൻ പറയുന്നു, ഈ ഒരു 6 ഡേ സ്കിൻ വൈറ്റനിങ് ചലഞ്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റുക. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഈ ടോണർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ആ ഒരു റെമഡി ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.